ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് സെമസ്റ്റർ വൈസ് ഗ്രേഡ് കാർഡിന് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൽ MG യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. MGU എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്നത് MG യൂണിവേഴ്സിറ്റി എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിപ്പോൾ ഡെസ്ക്ടോപ്പിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ലാപ്ടോപ്പിലേക്കുള്ള ആ ഒരു വ്യൂ എങ്ങനെയാണെന്നുള്ളത് അറിയാനായിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഹോം അഡ്മിഷൻ, ഓൺലൈൻ സർവീസസ് എന്നൊക്കെയുണ്ട്. അതിൽ ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ അഡ്മിഷൻസ്, എക്സാം രജിസ്ട്രേഷൻസ്, റിവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞുണ്ട്. അതിൻ്റെ താഴെ സർട്ടിഫിക്കറ്റ്സ് എന്നുണ്ട്. അപ്പോൾ അതിൽ അപ്ലൈ ഫോർ ഗ്രേഡ് കാർഡ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് എന്നൊക്കെ കൊടുത്തേക്കുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ വരിക. അപ്പോൾ ഇവിടെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. അതിൻ്റെ താഴെ സർട്ടിഫിക്കറ്റ്സ് എന്നൊരു അഗൈൻ കാണാം. ഗ്രേഡ് കാർഡ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്. അപ്പോൾ അവിടുത്തെ അപ്ലൈ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പേജിലാണ് നമ്മൾ വരുന്നത്. ഇവിടെ രണ്ടാമത്തെ ബോക്സ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, എക്സാമിനേഷൻസ്, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ബോക്സിൽ ഫസ്റ്റ് വൺ ചൂസ് യുവർ സർവീസ് എന്നുള്ള ആ ഒരു ബോക്സിൽ ആപ്ലിക്കേഷൻ ഫോർ സെമസ്റ്റർ വൈസ് ഗ്രേഡ് കാർഡ് ആ ഫസ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കുറേ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓർക്കേണ്ട കാര്യം, ഓരോ ഗ്രേഡ് കാർഡിനും 310 രൂപയാണ് UGയുടെ ഗ്രേഡ് കാർഡാണെങ്കിൽ. അപ്പോൾ 6 സെമസ്റ്ററാണ് നമുക്കുള്ളത്. 6 സെമസ്റ്ററിൽ ഓരോ കാർഡിനും 310 രൂപ വെച്ചാണ് കേട്ടോ. പിന്നെ PGയുടെ ആണ് കാർഡെങ്കിൽ 355 രൂപയാണ്. ട്രാൻസ്മിഷൻ ചാർജ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ അകത്തേക്കാണ് ഇത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയക്കേണ്ടത് എങ്കിൽ 180 രൂപ. ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കണമെങ്കിൽ 790 രൂപയാണ് ഫീസ് വരുന്നത്. പിന്നെ ഡിഗ്രി പാസ്സായതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം 1 വർഷത്തിനുള്ളിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫീസ് അടയ്ക്കേണ്ട. അതായത് ഈ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫീസ് അടയ്ക്കേണ്ട കേട്ടോ. മറ്റുള്ള നമ്മൾ ആദ്യം പറഞ്ഞ എല്ലാ ഫീസും അടയ്ക്കണം. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 1 വർഷത്തിന് ഉള്ളിൽ ഡിഗ്രിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം 1 വർഷത്തിനുള്ളിലാണെങ്കിൽ പൈസ അടയ്ക്കുന്നില്ല. 1 വർഷത്തിന് ശേഷമാണ്, പക്ഷേ 5 വർഷമായിട്ടില്ല. 5 വർഷത്തിന് മുമ്പാണെങ്കിൽ 70 രൂപ. 5 വർഷത്തിന് ശേഷം പക്ഷേ 10 വർഷത്തിന് മുമ്പാണെങ്കിൽ 135 രൂപ. റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് 10 വർഷത്തിന് ശേഷമാണെങ്കിൽ 310 രൂപ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചാർജ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ അക്കാഡമിക് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡിഗ്രി ടൈപ്പിൽ ഏത് ഡിഗ്രിയാണെന്ന് സെലക്ട് ചെയ്യണം. UGയിലെ സർട്ടിഫിക്കറ്റ്സ് ആണ്, അതായത് ഗ്രേഡ് കാർഡ്സ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ UG എന്ന് ക്ലിക്ക് ചെയ്തു. അഡ്മിഷൻ ഇയർ കൊടുക്കുക. നമ്മൾ ഏത് വർഷമാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് അതാണ് അഡ്മിഷൻ ഇയർ, അത് കൊടുക്കുക. ഇവിടെ ഞാൻ 2015 കൊടുക്കുകയാണ്. എനിക്ക് 2015 to 2018 പീരിയഡിലെയാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് സ്റ്റഡി ടൈപ്പ്. സ്റ്റഡി ടൈപ്പിൽ അഫിലിയേറ്റഡ് കോളേജസ്, അതായത് ഓട്ടോണമസ് അല്ല പക്ഷേ അഫിലിയേറ്റഡ് കോളേജ്, അതിൻ്റെ ഓപ്ഷൻ എടുക്കുക. എനിക്കതാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അഫിലിയേറ്റഡ് കോളേജസ് ആണെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് താഴെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുണ്ടാവും. കോളേജിൻ്റെ പേരെന്താണ് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് വേണ്ടത് എൻ്റെ ഇവിടെ അടുത്തുള്ളൊരു കോളേജാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കോളേജിൻ്റെ പേര് കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ. കാരണം സെയിം ആയിട്ടുള്ള കുറച്ച്, ഇപ്പോൾ ഒരു SN എന്ന് തുടങ്ങുന്ന കോളേജസ് കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടത് നോക്കി സെലക്ട് ചെയ്യണം. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരു എറർ പറ്റാതെ ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ ഈ കോളേജാണ് സെലക്ട് ചെയ്തത്. അടുത്തത്
പ്രോഗ്രാം ടൈപ്പ് ഏത് ഡിഗ്രിയാണ്, BA ആണോ, BCom ആണോ, BSc ആണോ, ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ആണോ, BBA, BBM, BCA, BFM, BFG, BPE, BSM എന്ന് പറഞ്ഞ് ഒരുപാട് കോഴ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ BCom ആണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളുടെ ആ ഒരു ഗ്രേഡ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിലും ഒക്കെ കാണുന്ന ആ ഒരു നമ്പറാണ് രജിസ്റ്റർ നമ്പർ, പെർമനൻ്റ് ആയിട്ടുള്ള രജിസ്റ്റർ നമ്പറാണ്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനിയും സ്ട്രീം സെലക്ട് ചെയ്യാം. സ്ട്രീം എന്ന് പറയുമ്പോൾ ഏത് മോഡലായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് വേണ്ടത് മോഡൽ 2 ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ്. അത് സെലക്ട് ചെയ്തു. സെമസ്റ്റർ ചൂസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ ആദ്യം എടുക്കുക. ഗ്രേഡ് കാർഡ് ടൈപ്പ് ഫസ്റ്റ് അപ്പിയറൻസ് ആണോ അതോ റീ അപ്പിയർ ചെയ്തോ എന്നുള്ളത് നോക്കണം. ഫസ്റ്റ് അപ്പിയറൻസ് ആണ് എൻ്റെ. പിന്നെ മന്ത് ഓഫ് എക്സാം, ഏത് മാസമാണ് എക്സാം നടന്നത് എന്നുള്ളത് ആ ഒരു ഗ്രേഡ് കാർഡിൽ, അതായത് നമ്മുടെ സെമസ്റ്റർ വൈസ് റിസൾട്ട് ഡൗൺലോഡ് ചെയ്തതിൽ ഉണ്ടാവും. അപ്പോൾ അതെടുക്കാം. അതിൽ എനിക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടന്നത് നവംബറിലാണ്, 2015 ഇയർ ഓഫ് എക്സാം 2015 ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് സെമസ്റ്റർ എന്നുള്ളത് ടൈപ്പ് ചെയ്യാനായിട്ട് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത സെമസ്റ്റർ വരും. അവിടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞ് തേർഡ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്ററിൻ്റെ സെക്കൻഡ് എന്ന് കൊടുക്കുക. ഓർഡറിൽ തന്നെ കൊടുക്കണം. ഗ്രേഡ് കാർഡ് ടൈപ്പ് ഫസ്റ്റ് അപ്പിയറൻസ് കൊടുത്തു. മന്ത് ഓഫ് എക്സാം ഏത് മാസം നടന്നെന്നുള്ളത് ആ റിസൾട്ട് നോക്കിയാൽ മതി. എനിക്ക് വേണ്ടത് മെയ് ആണ്. അപ്പോൾ മെയ് എന്ന് സെലക്ട് ചെയ്തു. അതിൻ്റെ ഇയറും കൂടെ 2016 ആണ്. അപ്പോൾ അതും സെലക്ട് ചെയ്തു. അപ്പോൾ അതേപോലെ ഇങ്ങനെ ചൂസ് സെമസ്റ്റർ എന്നുള്ളത് ആ ഒരു പ്ലസ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് സെമസ്റ്ററിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ 6 സെമസ്റ്റേഴ്സിൻ്റെ ഗ്രേഡ് കാർഡിൻ്റെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓർഡറിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ ചെയ്യണം. 1 2 3 4 5 6 എന്നുള്ള ഓർഡറിൽ തന്നെ ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ എങ്ങാനും നമ്മൾ ക്ലിക്ക് ചെയ്ത് പക്ഷേ നമുക്ക് ആ ഒരു സെമസ്റ്ററിലേക്കൊന്നും ആഡ് ചെയ്യാനില്ലെങ്കിൽ ആ ഒരു എക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലോസ് ചെയ്ത് പോയിക്കോളും. അതിനുശേഷം വെദർ കോഴ്സ് കംപ്ലീറ്റഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ആയെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ ഈ ഗ്രേഡ് കാർഡിന് അപ്ലൈ ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ അത് യെസ് എന്ന് കൊടുത്തു. വെദർ അപ്ലൈഡ് ഫോർ റീവാലുവേഷൻ ഓർ സ്ക്രൂട്ടിനി, റിവാലുവേഷൻ ഓർ സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എങ്കിൽ യെസ് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നോ കൊടുക്കുക. സോ ഞാൻ നോ കൊടുക്കണം. വെദർ റിസൾട്ട്സ് ഓഫ് എനി റീഅപ്പിയറൻസ് എക്സാം സപ്ലിമെൻ്ററി ഓർ ബെറ്റർമെൻറ്റ് ആർ പെൻഡിങ്, ഏതെങ്കിലും നമ്മൾ സപ്ലിമെൻ്ററി ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരാനുണ്ടോ? ഇല്ല. സോ അതിന് നമ്മൾ നോ കൊടുത്തു. പിന്നെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്, നമുക്കവിടെ പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു പേര്, നിങ്ങളുടെ പേര് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ പേര് കൊടുക്കുന്നില്ല. അതിന് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു കാലണ്ടർ പോലെ വരും. അപ്പോൾ നമ്മളിതിലേക്ക് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കണ്ടോ ഏത് ഇയർ ആണെന്നുള്ളത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ August 9 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ 9th August 2006 എന്നെടുത്തു. സെറ്റ്. അപ്പോൾ ഇത് സെറ്റ് ആയിക്കോളാം അവിടെ. ദെൻ നെക്സ്റ്റ് ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ നമ്മുടെ ഇമെയിൽ ID കൊടുക്കുകയാണ്, മൈ ഇംഗ്ലീഷ് ടീച്ചർ. സോ ഇവിടെ കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID നമ്മൾ കൊടുത്താലാണ് അത് വരുള്ളൂ. ഇമെയിൽ ID ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വെച്ചിട്ടാണ് അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. അപ്പോൾ ഇമെയിൽ ID ഇമ്പോർട്ടൻ്റ് ആണ്. ഫീസിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും ഒരു എററൊക്കെ ഉണ്ടെങ്കിൽ ഇമെയിൽ അയക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അതിനുശേഷം മൊബൈൽ എന്ന് കൊടുത്തേക്കുന്ന സ്ഥലത്ത് മൊബൈൽ നമ്പർ കൊടുക്കണം. 10 ഡിജിറ്റ്സ് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇനിയും അതിനുശേഷം കൺഫേം ഇമെയിൽ ID എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇമെയിൽ ID ഒന്നും കൂടി കൺഫേം ചെയ്ത് നമുക്ക് കൊടുക്കേണ്ടതാണ് അവിടെ. അതിനുശേഷം ജെൻഡറിൻ്റെ ഓപ്ഷനിൽ ഫീമെയിൽ എന്ന് ഞാൻ കൊടുത്തു. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ജെൻഡർ നിങ്ങൾക്കത് കൊടുക്കാം. അതിനുശേഷം പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രസൻറ്റ് അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അതേപോലെ അടുത്ത ഓപ്ഷനിലാണ് ഏത് ഡോക്യുമെൻ്റ് എവിടെയാണ് സെൻഡ് ചെയ്ത് തരേണ്ടത്, ഏത് അഡ്രസ്സിലാണെന്നുള്ളത്. അവിടെ പ്രസൻറ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ ആ സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് കോപ്പി ആയിക്കോളും തന്നെ. അതല്ല ഇപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞ് വേറെ ഡോക്യുമെൻ്റ് വേറെ അഡ്രസ്സിലാണെങ്കിൽ അയക്കേണ്ടതെങ്കിൽ ആ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്തേക്കായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരിക. അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഇവർക്ക് അറിയിക്കാനുണ്ടെന്നാണെങ്കിൽ അത് ഇവിടെ
ഒരു ബോക്സ് തന്ന സ്ഥലത്ത് എഴുതാം. നിങ്ങൾക്കത് ടൈപ്പ് ചെയ്ത് അവിടെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് ടൈപ്പ് ചെയ്ത് അവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ വേർ ഡു യു വോണ്ട് ടു സെൻഡ് ഡോക്യുമെൻറ്റ്സ് എവിടേക്കാണ് അയക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇന്ത്യയുടെ അകത്തേക്കാണ്, അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വേറെ രാജ്യത്തേക്ക് അയക്കണമെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക. ഇവിടെ എനിക്ക് ഇൻസൈഡ് ഇന്ത്യയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യണം. ഇൻസൈഡ് ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡോക്യുമെൻറ്റ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത് SSLCയുടെ ഡോക്യുമെൻറ്റ്, അതായത് SSLCയുടെ ഫ്രണ്ട് പേജ് വേണം, മാർക്സ് എഴുതിയേക്കുന്നത്. അതേപോലെ +2ൻ്റെ ഫ്രണ്ട് പേജ്, മാർക്സ് കാണുന്ന പോലെ ഫ്രണ്ട് പേജ് വേണം. അതേപോലെ ഡിഗ്രിയുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ, ഇതെല്ലാം ഒറിജിനലാണ്. ഡിഗ്രിയുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ ഡിഗ്രിയുടെ ഓരോ സെമസ്റ്ററിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു കറക്റ്റ്, അതായത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ, അത് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 500 KB താഴെ ഫയൽ സൈസായിട്ട് JPG ഫോമാറ്റിൽ വേണം കൊടുക്കാൻ. PDF ഫോർമാറ്റൊന്നും പറ്റില്ല. JPG തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. 500 KB താഴെയായിരിക്കണം എന്നുള്ളതും ശ്രദ്ധിക്കാം. ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ആക്കിയിട്ടത് ആഡ് മോറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് സെലക്ട് എന്നുള്ള സ്ഥലത്തു നിന്ന് റിക്വസ്റ്റ് ലെറ്റർ ഫ്രം പ്രിൻസിപ്പാൾ അല്ല, റിസൾട്ട് ഷീറ്റ് ഫോർ PG സ്റ്റുഡൻസ് ഓൺലി. അപ്പോൾ അവിടെ നമുക്കത് അത് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ റിസൾട്ട് ഷീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ കുഴപ്പമില്ല. റിസൾട്ട് ഷീറ്റ് ഫോർ PG സ്റ്റുഡൻസ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ ഫയൽസ് എവിടെയാണോ സേവ് ചെയ്തിട്ടിരിക്കുന്നത്, മീഡിയ പിക്കർ ക്ലിക്ക് ചെയ്ത് നമ്മുടെ എവിടെയാണോ ഫയൽ സേവ് ആയിരിക്കുന്നത് ഇതെല്ലാം, ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാനും നമുക്ക് അതായത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആഡ് മോറിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് SSLCയുടെ കൊടുക്കുക. ആഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഡോക്യുമെൻറ്റ് താഴെ നമുക്ക് അടുത്തത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഡോക്യുമെൻറ്റിൻ്റെ പേര് നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഏത് ഡോക്യുമെൻ്റാണ്, ഇപ്പോൾ SSLCയുടെ SSLC എന്ന് സേവ് ചെയ്യുക. +2 ആ ഡോക്യുമെൻറ്റ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിടുമ്പോൾ തന്നെ നിങ്ങൾ സേവ് ചെയ്തിടുകയാണെങ്കിൽ എളുപ്പമാണ്, നിങ്ങൾക്കും വായിക്കാൻ എളുപ്പമാണ്, അപ്ലോഡ് ആകുമ്പോഴും എളുപ്പമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് ഓർഡറിൽ തന്നെ SSLC, +2, പിന്നെ ഡിഗ്രിയുടെ പ്രൊവിഷണൽ, പിന്നെ 6 സെമസ്റ്ററിൻ്റെയും മാർക്ക് ലിസ്റ്റ് ഓർഡറിൽ തന്നെ, ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, അങ്ങനെ ഓർഡറിൽ തന്നെ 6 സെമസ്റ്ററിൻ്റെ മാർക്ക് ലിസ്റ്റുകൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ, അങ്ങനെ ആഡ് മോർ കൊടുത്ത് അങ്ങനെ അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം വരാണ്, തെറ്റിപ്പോയെന്നാണെങ്കിൽ ഇൻഡ് ക്ലിക്ക് ചെയ്താൽ മതി. അത് അപ്ലോഡ് ആവില്ല, അതിങ്ങനെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളൊന്നുകൂടി കറക്റ്റായിട്ട് ആഡ് മോർ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിന് താഴെ ഡിസ്ക്ലെയിമർ ഉണ്ട്. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം അപ്ലൈയിങ്. ഫസ്റ്റ് ടൈമാണിത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്ലെയിമർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഗ്രി ദാറ്റ് എനി ഫോൾസ് ഓർ മിസ്ലീഡിങ് ഇൻഫർമേഷൻ ഫർണിഷ് വിൽ റിസൾട്ട് ഇൻ ഡിനയൽ ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ളതും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫീ കളക്ട് ചെയ്തിരിക്കുന്നത് നോൺ റീഫണ്ടബിൾ ആണ്, നോൺ ട്രാൻസ്ഫറബിളും ആണ് എന്നുള്ളതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ഈ ക്യാപ്ച കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യാം. 1228 എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റിൻ്റെയാണ്. പേയ്മെൻറ്റ് നടത്താനുള്ളതാണ്. അത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉള്ള ATM കാർഡിൽ, അതായത് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് UPI വഴി, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ വഴി ചെയ്യാവുന്നതാണ്. ഇത് ട്രാൻസാക്ഷൻ നടത്തി കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മെയിൽ IDയിലേക്ക് വരുന്നതാണ്, പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അതിൽ വരും, അല്ലെങ്കിൽ ആ പേയ്മെൻറ്റിൻ്റെ ഒരു ID നിങ്ങൾക്ക് വരും, നിങ്ങളുടെ മെയിലിൽ വരും. ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് വറീഡ് ആവേണ്ട, പേയ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു ടെൻഷനും വേണ്ട. അത് എത്രയാണ് പേയ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വരും. അതായത് പോസ്റ്റൽ ആ ഒരു ചാർജും, അതേപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഡിഗ്രിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് എത്ര നാളായി അതിൻ്റെ ചാർജും, പിന്നെ ഓരോ ഗ്രേഡ് കാർഡ്സിൻ്റെ ഒരു എത്ര രൂപയാണ് അതും കൂടെ കൂടിയിട്ട് ഒരു 2000 എബവ് റുപ്പീസാണ്. ഇപ്പോൾ 6 സെമസ്റ്റർ ഗ്രേഡ് കാർഡ്സിൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 2000 എബവ് റുപ്പീസ് ആവും എന്നുള്ളത് ഓർക്കുക. എന്നിട്ടാണ് ഇത് പൈസയെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സെമസ്റ്റർ വൈസ് ഗ്രേഡ് കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മതി. നമുക്കിത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്, എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സെമസ്റ്റർ വൈസ് മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലോങ് ആയിപ്പോകും വീഡിയോ. അതുകൊണ്ട് ഞാനിത് സെമസ്റ്റർ വൈസ് ഗ്രേഡ് കാർഡ്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോയും
നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ. എല്ലാവരും ക്രെഡിറ്റ് കാർഡ്സ് വേണ്ടവർ ഈ ഒരു വീഡിയോ റെഫർ ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.